ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സ്ഥിര കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ഒരവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, യോഗ്യത, അതുപോലെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്, കൂടാതെ ഈ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം, അപേക്ഷാ ഫീസ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൽ ജോലി നേടാൻ ഒരവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അക്കൗണ്ട്സ് ഓഫീസർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി ഓഗസ്റ്റ് 31 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 25 വയസ്സ് വരെയാണ്. നമുക്കിതിലേക്ക് അപേക്ഷകൾ അയക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള യോഗ്യതകൾ: കൊമേഴ്സ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫൈനാൻസ് മാനേജ്മെന്റ്, കൂടാതെ 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ: +2 വിജയം, അതുപോലെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ്, ഹിന്ദി, കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് വേണ്ട യോഗ്യതകൾ: 10ാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം. നമുക്ക് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. 18,000 രൂപ മുതൽ 56,100 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. അതുപോലെ ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. SC, ST, വനിതകൾ, PWD, വിമുക്ത ഭടന്മാർ ഇവർക്ക് 50 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 200 രൂപയും അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതാണ്. ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും അതുപോലെ വിജ്ഞാപനത്തിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വിജ്ഞാപനത്തിൻ്റെ ലിങ്കിൽ കയറി വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ കഴിയുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31 വരെയാണ്. അപ്പോൾ യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിലേക്ക് അപേക്ഷകൾ അയയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.